അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ത്യയിലെ പ്രശസ്ത കവിയായ മൗലാന അസീസുർ റഹ്മാൻ അസീസി എന്ന ഉത്തർപ്രദേശുകാരനായ ഹബീബായ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ധാരാളം നബി കീർത്തനങ്ങൾ രചിച്ച കവിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കവിത എന്നും ഇന്ത്യൻ സമൂഹം എന്നും കേൾക്കുന്ന ഒരു കവിതയാണ്. നബി കീർത്തനം എന്നത് ഹബീബായ തങ്ങളിലേക്ക് നമ്മൾ ലയിച്ചു തേരാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇദ്ദേഹം ഓരോ കവിത എഴുതുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ളൊരു കവിതയാണ് ഓ ഷെഹ്റെ മുഹബ്ബത്ത് എന്ന വളരെ പ്രധാനപ്പെട്ടൊരു കവിത. ആ കവിതയിൽ നിന്ന് ഏതാനും ചില വരികളും അതിൻ്റെ ആശയങ്ങളും ഞങ്ങളിവിടെ പാടുന്നു. वो शहरे मुहब्बत जहाँ मुस्तफ़ा है वहीं घर बनाने को जी चाहता है. वो शहरे मुहब्बत जहाँ मुस्तफ़ा है वहीं घर बनाने को जी चाहता है. ഇവിടെ മദീനയെ ഒരു സ്നേഹത്തിൻ്റെ നഗരമായിട്ട് കണക്കാക്കുന്നു, ഒരു സ്നേഹത്തിന് തലസ്ഥാനമായിട്ട് കണക്കാക്കുന്നു. എന്നും ആവലാദികളും അതൊക്കെ നിറഞ്ഞ സമയത്തും മദീന ഒരു സ്നേഹത്തിന് നഗരമായിട്ട്, മാത്രമല്ല ഭൗതികമായ നിയമങ്ങൾ ഇവിടെയില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ നിയമങ്ങൾ മാത്രമുള്ള ഒരു നഗരമായിട്ട് മദീനയെ കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് മദീനയെ ഇദ്ദേഹം ഒരു നഗരമായിട്ട് കണക്കാക്കുന്നത്? എത്ര നഗരങ്ങൾ ലോകത്തുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹബീബായ തങ്ങൾ എന്നും ഹബീബായ തങ്ങളുടെ ഒരു ആത്മീയ സുഖമുള്ള ഒരു നഗരമാണ് മദീന. ആ മദീനയെ ഒരു സ്നേഹത്തിന് നഗരമായിട്ട്, മാത്രമല്ല കവി പിന്നീട് കവിതയിൽ പറയുന്നു, എനിക്ക് മദീനയിൽ ഒരു വീട് വേണം. അത് ഒരു ബിൽഡിങ് മാത്രമല്ല, മറിച്ച് ഹബീബായ തങ്ങളോട് എന്നും അലിഞ്ഞു ചേരാനുള്ള ഒരു സ്നേഹത്താലുള്ള ഒരു വലിയ ഗോപുരമാണ് ആ ഒരു കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. जख़म रहमतों की लगी है जड़ी से वहाँ मुस्कुराने को जी चाहता है. जख़म रहमतों की लगी है जड़ी से वहाँ मुस्कुराने को जी चाहता है. ഒരു മനുഷ്യനെന്നും പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒരു ആശ്വാസ നഗരത്തെ നാം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. കവിയുടെ ഒരു ആശ്വാസ നഗരമായി കണക്കാക്കുന്നത് വേറെ ഒരു നഗരത്തെയുമല്ല, മറിച്ച് മദീന എന്ന നഗരമാണ്. എന്നും ഒരു ആശ്വാസ നഗരമായി, ആ ഒരു കേന്ദ്ര ബിന്ദുവായി മദീനയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവി ഇതിൽ ആശ്വാസ നഗരം എന്നുള്ള ആ ഒരു പ്രയോഗമായിട്ട് മദീനയെ ഇവിടെ കണക്കാക്കുന്നത്. जिधर देखिए नूर ही नूर बरसे वहीं डूब जाने को जी चाहता है. जिधर देखिए नूर ही नूर बरसे वहीं डूब जाने को जी चाहता है. नूर के नूर, പ്രകാശത്തിലും പ്രകാശം. ഈ ലോകത്ത് അജ്ഞതകൾ നിറഞ്ഞു നിന്നപ്പോൾ, ഈ ലോകത്ത് വളരെ പ്രതിസന്ധിയായ ഘട്ടങ്ങൾ നിറഞ്ഞു നിന്നപ്പോൾ അവിടെ പ്രകാശത്തിൻ്റെ ഓരോ വിളക്കുകളും കത്തിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ ഏത് പ്രതിസന്ധികളും ഒരു മനുഷ്യൻ്റെ മാനസികമായ രോഗങ്ങളായ അഹങ്കാരവും അഹന്തത, ഈ സംഭവങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ആ മദീനയിലെ പൂന്തോപ്പിലേക്ക് നിന്ന് കയറി ചെല്ലണമെന്നും, എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പാത, ആ നേരെയായ പാതയിൽ ഒന്ന് പിൻപറ്റണമെന്നാണ് ഈ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. मदीने की गलियों की वांडी हवा में, मदीने की गलियों की वांडी हवा में वही मदीने को जी जागता है. मदीने की गलियों की वांडी हवा में वही मदीने को जी जागता है. ഒരു മനുഷ്യൻ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുന്നില്ല. മരണത്തെ ആരും ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ്. എന്നാൽ ഇവിടെ ഈ കവി മരണത്തെ ആഗ്രഹിക്കുകയാണ്. അതും ഹബീബായ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ആ ഒരു മദീനയിൽ ഇന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മണ്ണിലേക്ക് സ്നേഹത്താൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നു.
ഇത്തരത്തിലുള്ള മദീനയിൽ ഒന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രത്തോളം വെച്ചാൽ ആ മദീനയുടെ കാറ്റിന് തൻ്റെ എല്ലാ തിന്മകളും മായ്ച്ചു കളയാനുള്ള അജ്ഞാതമായ ശക്തിയുണ്ടെന്ന് കവി ഇവിടെ പറയുകയാണ്. वो काले कामेले वालों से मिल गए, वो काले कामेले वालों से मिल गए, सब दुखड़े सुनाने को जी चाहता है, वो काले कामेले वालों से मिल गए, सब दुखड़े सुनाने को जी चाहता है. ഇവിടെ കവിതയിൽ ഒരു കറുത്ത പുതപ്പിനെ കുറിച്ച് പരാമർശിച്ചു. എന്തായിരിക്കും ആ കറുത്ത പുതപ്പ്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കരുണയും വിനയവുമാണ്. ആ കരുണയും വിനയവും കൊണ്ട് നമ്മൾ വിജയിക്കുമെന്നതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യന് അഹന്തവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങൾക്കും ആ ഒരു കാരണങ്ങൾക്കും ഒക്കെ ആ മദീനയിലെ പ്രവാചകൻ നമ്മൾ അറിയുന്നതാണ്. നമ്മളൊന്നും ഹബീബിനോട് പറയേണ്ടതില്ല, മറിച്ച് നമ്മളെക്കുറിച്ച് A to Z കാര്യം, എല്ലാ കാര്യങ്ങളും ആ ഹബീബായ തങ്ങൾക്ക് അറിയാമെന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുകയാണ്. वो शहरे मुहब्बत जहाँ मुस्तफ़ा है, वही घर बनाने को जी चाहता है. वो शहरे मुहब्बत जहाँ मुस्तफ़ा है, वही घर बनाने को जी चाहता है. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू.